പെരിയ കൊലപാതകം നടന്ന ശേഷം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് എനിക്കറിയാവുന്നതാണ്. ഞാൻ അന്ന് തൊട്ട് പറയുകയുണ്ടായി, ഈ കേസ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അറിവും സമ്മതത്തോടെ നടത്തിയ നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട്. ആ പങ്ക് സമഗ്രമായ ഒരു അന്വേഷണം നടത്തപ്പെട്ട് കഴിഞ്ഞാൽ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ജുഡീഷ്യറിയിൽ നിന്ന് ഇത്തരമൊരു വിധി പ്രഖ്യാപനം വന്ന ശേഷം അവിടെ ശിക്ഷ ഇന്ന് പ്രഖ്യാപിച്ചതോടുകൂടി തന്നെ ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ആയുധത്തിന് രാഷ്ട്രീയമായിട്ട് പോകുന്നുവെന്ന കാര്യം തെളിയിച്ചിരിക്കുകയാണ്. ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ള കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് എനിക്ക് 2 വർഷക്കാലമാണ് അധികാരത്തിൽ തുടരാൻ സമയമുള്ളൂ. ആ സമയത്തിനുള്ളിൽ തന്നെ ഇനി അക്രമ രാഷ്ട്രീയം കേരളത്തിൽ ഉണ്ടാവുകയില്ല എന്ന കാര്യം അദ്ദേഹം ഇന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു നല്ല സന്ദർഭമാണിത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം ഭാവിയിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ സന്ദർഭത്തിൽ വളരെ വൈകാരികമായ പ്രതികരണമായിരുന്നു വീട്ടിൽ ഉൾപ്പെടെ. അപ്പോൾ കുടുംബത്തിന് പക്ഷേ പൂർണ്ണതോതിൽ ഈ ശിക്ഷയിൽ, അതായത് വധശിക്ഷ എന്ന് വേണമെന്ന് ആവശ്യം കുടുംബത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഈ ശിക്ഷാവിധിയിൽ എന്താണ് കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും? ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയത് തന്നെ CBI കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ സംസ്ഥാനത്തെ നമ്മുടെ ഈ അന്വേഷണ വിഭാഗം, ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ ആ കേസ് മറ്റ് പല കേസുകൾ പോലെ തേച്ചു മായ്ച്ചപ്പെടുമായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെയും അതുപോലെ കോടതിയും ഒക്കെ തന്നെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. ജുഡീഷ്യറിയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഒരിക്കൽ കൂടി വർദ്ധിപ്പിക്കുന്ന ഒരു വിധിയായിട്ടാണ് ഞാൻ ഈ വിധിയെ കാണുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസ് വ്യത്യസ്തമായിട്ട് ഇവിടെ ഗൂഢാലോചനകളിലെ കൂടി അന്വേഷണം പോയിട്ടുണ്ട്. നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകൾ മാത്രമല്ല, മറ്റാളുകൾ കൂടി ഇത് വന്നിരിക്കുന്നു. അതൊരു വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ്. ഗൂഢാലോചനയിലേക്ക് കാര്യം അന്വേഷിക്കപ്പെട്ടു, അതുപോലെ തന്നെ ആ ഗൂഢാലോചന തെളിയിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഉണ്ടായ കാലത്ത് ഞങ്ങൾ പറഞ്ഞ കാര്യം അതായിരുന്നു. ഇപ്പോഴും ഞാനിൽ ആവർത്തിക്കുന്നു. ആ കേസ് പൂർണ്ണമായിട്ടും അവസാനിച്ചു. ആ കേസിലെ വിധി പ്രഖ്യാപനം വന്നു. എല്ലാ കാര്യങ്ങളും നമുക്കറിയാമെങ്കിൽ പോലും ഇപ്പോഴും എന്താണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിലെ കുപ്രസിദ്ധ കുറ്റവാളി കൊടിസുനിയെ, ആ കൊടിസുനിക്ക് ഇപ്പോൾ 1 മാസക്കാലത്തേക്ക് പരോൾ കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒരു ഡ്രഗ്ഡ് ക്രിമിനലാണ്, കുപ്രസിദ്ധ കുറ്റവാളിയാണ്. അദ്ദേഹം എന്ത് കുറ്റങ്ങളും ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല. അദ്ദേഹത്തിനായിട്ടൊരു കേസ് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം ആ പരോൾ പീരീഡിൽ അദ്ദേഹം നടത്തിയ ക്രൂരമായ ആ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിലാണ് അത്രയും കുപ്രസിദ്ധ കുറ്റവാളിയെ അവർ ജയിലിൽ നിന്ന് പുറത്താക്കി പരോളിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ന്യായീകരിക്കാൻ സാധ്യമല്ല. അമ്മയുടെ വിലാപം കേട്ടുകൊണ്ടാണ്, അമ്മയുടെ ദുഃഖം കേട്ടുകൊണ്ടാണ് ഇത്തരം ഒരു ദയാ ഹർജിയെ ഞങ്ങൾ അംഗീകരിച്ചതെന്നാണ് ഗവൺമെൻറ് പറയുന്നത്. ആ വാദം അംഗീകരിക്കാൻ സാധിക്കില്ല. ഈ അമ്മ ഒന്ന് ചിന്തിക്കണം. ഈ നാട്ടിൽ ഒരുപാട് അമ്മമാർക്ക് ഒരുപാട് കുട്ടികൾ നഷ്ടപ്പെട്ടു എന്ന കാര്യം ഇത്തരം അമ്മമാർ തിരിച്ചറിയണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.